ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവയും തേങ്ങയും കൊണ്ട് നല്ലൊരു നെയ്പത്തിരിയാണ്. വളരെ സ്വാദുള്ള നെയ്പത്തിരി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് സിമ്മിലിടുക. എന്നിട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ വറുത്തതും വറുക്കാത്തതിലൊന്നും കുഴപ്പമില്ല. നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക. ഇനി റവ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സാധാരണ അരിപ്പൊടി കൊണ്ടാണ് നെയ്പത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മളിന്ന് തയ്യാറാക്കുന്നത് റവ കൊണ്ടാണ്. ഇനി റവ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ സിമ്മിലിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2-3 അല്ലി ചുവന്നുള്ളി, കുറച്ച് തേങ്ങ ചിരകിയത്, 1/2 ടേബിൾ സ്പൂൺ ജീരകവും സാദാ ജീരകവും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തൊന്ന് ചതച്ചെടുക്കുക. ഇതേപോലെ ചതച്ചെടുത്ത മിക്സ് നമുക്ക് റവക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ തേങ്ങയൊക്കെ അതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്വാദാണ്, നല്ല മണവുമാണ്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ ഇറക്കി വെക്കുക. ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് നേരെ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി അരിപ്പൊടിയോ മൈദയോ ഗോതമ്പ് പൊടിയോ ഇതേപോലെ കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് പാകമാക്കി എടുക്കാം. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് ഇത്തിരി ഓയിൽ തടവിയതിന് ശേഷം കുറേശ്ശെ എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അത് ഞാൻ നൈസായിട്ടല്ല പരത്തുന്നത്, ഇത്തിരി കനത്തിലാണ് നമ്മൾ പരത്തുന്നത്. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു അടപ്പിൻ്റെ മൂടി, ആ അടപ്പ് വെച്ചോ മൂടി വെച്ചോ എന്തെങ്കിലും വെച്ച് അത് കട്ട് ചെയ്ത് ചെറിയ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. വളരെ ഈസിയുമാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സ്വാദാണ്. പ്രത്യേകിച്ചുകളൊന്നും കറിയണമൊന്നും വേണ്ട. തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല സ്വാദാണ്. വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇനി അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് കുമളച്ച് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് അതുവരെ ഒന്ന് ഇളക്കി വരുത്. പൊങ്ങി വരുമ്പോഴേക്കും ഇതേപോലെ എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇത് ഇളക്കിയെടുക്കുക. നല്ല ക്രിസ്പിയായ നമ്മുടെ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ, നല്ല സ്വാദാണ്. നമ്മളിത് ചുടുമ്പോൾ തന്നെ നല്ല മണമാണ്. ഉള്ളിയും ജീരകമൊക്കെ തേങ്ങയൊക്കെ ഇട്ടേക്കണതുകൊണ്ട് നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ നല്ലൊരു മണവും വരും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പം നല്ല കോമളയുള്ള ഇത് ചൂടായി വരുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ കോമള പോലെ ആയി വരും. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പമല്ലേ. ഇതേപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ നെയ്പത്തിരി റെഡി. സൂപ്പറാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.